ഹലോ ഫ്രണ്ട്സ്, വൈഡ് ആംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. പോക്കോ പുതിയതായിട്ട് ഇറക്കിയ പോക്കോ X3 എന്ന് പറയുന്ന മോഡലാണ്. നമുക്ക് ഫ്ലിപ്കാർട്ട് ഇത് തന്നിട്ടുണ്ട്, ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ച് തന്നെയാണ്. ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് കമ്പനി തന്നൊന്നുമല്ല, നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് മേടിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ കട്ടിംഗ് ബ്ലേഡ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നൊരു ഇതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഒന്നും വിചാരിക്കേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. ഓക്കെ, എന്താണ് സംഭവം, എങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നും മനസ്സിലാവില്ല. കമ്പനി ഒരു സേഫ്റ്റി തന്നെ ഞാൻ എൻ്റെതായ ചരി കൊടുത്തു, നമുക്ക് ഇതിൻ്റെ ആവശ്യം വന്നില്ല. ഓക്കെ, ഇത് ഞാൻ എടുക്കുക. ബില്ല് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ബില്ലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും ഇത്തിരി വലിയ ബില്ല് തന്നെയാണ്. 18,500 ബില്ലാണ്. ഷാഡോ ഗ്രേ എന്ന് പറയുന്ന കളറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നേരെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ്, നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. സ്ലോലി വേക്കപ്പ്. ബോക്സ് നമ്മൾ മെല്ലെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു കവറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് സിം ഇഞ്ചക്ടർ ടൂള്, കേസ്, അതുപോലെ മാനുവൽ ഗൈഡ്, യൂസർ ഗൈഡ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് മെല്ലെ മാറ്റി വെക്കാം. ഫോണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫോണ് നമുക്ക് മെല്ലെ മാറ്റി വെക്കാം. എന്തൊക്കെയുണ്ട് ബോക്സിൻ്റെ കൂടെ എന്നുള്ളതൊന്നും കൂടി നോക്കാം. ഇതിൽ നമുക്ക് കിട്ടുന്നത് 33 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററും അതിൻ്റെ കേബിളും. ഇത് ടൈപ്പ് സി ആണ് വരുന്നത്, ടൈപ്പ് സി കേബിളാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഇതൊക്കെ മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇത് ബൂട്ടായി വരുന്നുള്ളൂ. അതിന് മുമ്പ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബില്ലിൽ തന്നെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ 128 GB, 6 GB 128 GB ഇൻ്റർണൽ സ്റ്റോറേജ് വരുന്ന മോഡലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഷാഡോ ഗ്രേ എന്ന് പറയുന്ന കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഫ്രണ്ട് വരുന്നത് 20 MB ഒരു ക്യാമറ, ബാക്കിൽ 64:8:2:2 എന്ന് പറയുന്ന ക്യാമറയും നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാം. ഇതിൽ ഫിംഗർ പ്രിൻ്റൊക്കെ ചോദിക്കുന്നുണ്ട്, പാറ്റേൺ ചോദിക്കുന്നുണ്ട്. പാറ്റേൺ നമുക്കൊന്ന് സെറ്റ് ചെയ്താൽ ഓക്കെ, ഫിംഗർ പ്രിൻ്റ് സെറ്റായിട്ടുണ്ട്. തീമൊക്കെ മാറ്റിയിട്ടുണ്ട്. ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്. സ്ക്രീൻ ഗാർഡൊന്നും ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിക്കർ മാത്രമേ കമ്പനി തന്നിട്ടുള്ളൂ. DPU കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂടെ തന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡിലാണ് വരുന്നത്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്.
സ്ക്രീൻ ഗാർഡ് നമുക്ക് പുറത്ത് എക്സ്ട്രാ ഒട്ടിക്കേണ്ടി വരും. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ 3.5 mm ഓഡിയോ ജാക്കും അതേപോലെ തന്നെ ടൈപ്പ് സി പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർജർ ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ചാർജർ കൂടെ ഉണ്ട്. സ്പീക്കർ ഗ്രില്ല് മോണോ സ്പീക്കറല്ല, നമുക്ക് സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. മേളിലും വരുന്നുണ്ട് സ്പീക്കർ, ഡ്യുവൽ സ്പീക്കറാണ്. പിന്നെ ഒരു IR ബ്ലാസ്റ്റർ, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മേലെ. സൈഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ സിം ട്രേ ആണ്. ഇത് ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്, 3 കാർഡ് സ്ലോട്ടല്ല. നമുക്ക് 2 സിമ്മ് അല്ലെങ്കിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം ബൂട്ടായി വന്നിട്ടുണ്ട് ഫോണ്. ഓക്കെ, അതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. നമുക്കൊരു രക്ഷയില്ല കേട്ടോ, ക്യാമറ പൊളി ക്യാമറ. പെട്ടെന്ന് തന്നെ ക്യാമറ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ക്യാമറ. പറഞ്ഞല്ലോ 64 MB സോണി IMSൻ്റെ ഒരു സെൻസറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനെക്കൊണ്ട് അതിൻ്റേതായ ക്വാളിറ്റി. പിന്നെ ഒരുപാട് ആപ്സ് ഒന്നും നമുക്ക് ഇതിലേക്ക് നിറച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരുപാട് ആപ്സ് ഒന്നുമില്ല, ചെറിയ ആപ്സുകൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി കൂടുതലായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അൺഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ വേറെ തന്നെ ഇടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. പിന്നെ കുറച്ചൊരു ഹെവി വെയിറ്റ് തോന്നാനായിട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 6000 mAh ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്കത് വലിയൊരു വെയിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്കത് ആവശ്യമാണ്. നമുക്ക് ഒരു ദിവസം നമുക്ക് പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നല്ല നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നൊരു ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നല്ലൊരു ക്യാമറ മൊഡ്യൂളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് ചെറുതായിട്ട് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പോക്കോൻ്റെ ചെറിയൊരു ബ്രാൻഡിങ്, നല്ല രസമുള്ളത്. പെട്ടെന്ന് കാണില്ല, ഇങ്ങനെ കണ്ടോ ഈ ഒരു ലെവലിൽ കാണിച്ചാൽ നല്ല രസമുള്ളൊരു ബ്രാൻഡിങ് തന്നെയാണ്. നമുക്കതൊരു വലിയ ബോറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ സാർ വാല്യൂ ചോദിച്ച ആൾക്കാർക്കൊക്കെ സാർ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹെഡിന് 0.747 ഉള്ളൂ. അതേപോലെ തന്നെ ബോഡിക്ക് വരുന്നത് 0.615. ഓക്കെ, അത്രയും വരുന്നുള്ളൂ. ബാക്കിയുള്ള റിവ്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് പോക്കോ S3യുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ കമൻസ് പോലെ ആയിരിക്കും നമ്മുടെ അടുത്തൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.